ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ റാഗി ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനോടൊപ്പം ഒരു ചട്നിയും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1/2 ഗ്ലാസ് ഉഴുന്നെടുത്ത് 8 മണിക്കൂറത്തേക്ക് കുതിർക്കാനിടുക. നന്നായിട്ട് കഴുകി വേണം കുതിർക്കാനിടാൻ. പിന്നെ അതിന് ശേഷം 8 മണിക്കൂർ കഴിയുമ്പം നമ്മൾ 1 ഗ്ലാസ് റാഗിയുടെ പൊടി എടുക്കുക. റാഗിയുടെ പൊടി എടുത്തിട്ട് ഉഴുന്നും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പം 1:1/2 എന്ന രീതിയിലാണ്. 1 ഗ്ലാസ് റാഗിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്. പിന്നെ ഓവർനൈറ്റ് ചെയ്ത് മാവ് നന്നായിട്ട് പുളിച്ച് വരും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ട് ഇളക്കി. അതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം. പിന്നെ ഒരു പാൻ വെച്ച് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് ദോശ ചുടുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേക്കും ഈ റാഗിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് നമ്മളെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ റാഗിയുടെ കുറുക്ക് കഴിക്കാത്തവർക്കൊക്കെ നമ്മൾ റാഗി ദോശ ഉണ്ടാക്കിയിട്ട് അതിലിച്ചിരി നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ കഴിക്കും. പിന്നെ ഇപ്പം ഞാൻ ഇതിലേക്ക് എൻ്റെ മാവ് ഇച്ചിരി കുറുകിപ്പോയി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഇച്ചിരി ആഡ് ചെയ്യണം. അപ്പം ഇച്ചിരി ലൂസായി കിട്ടും. അപ്പോൾ ഇച്ചിരി തിന്നായിട്ടുള്ള ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതാണ് ഞാനിപ്പോൾ ചെയ്തത്. കണ്ടോ, ഇച്ചിരി വെള്ളം കൂടി ചേർത്താണ് ഞാൻ റാഗി അപ്പോൾ പരത്താനും നന്നായിട്ട് എളുപ്പമായിട്ട് കിട്ടും. ഇത് ഭയങ്കര സിമ്പിളാണ്. ആകെക്കൂടി റാഗിയും അതേപോലെ തന്നെ ഉഴുന്നും മാത്രം മതി. ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെങ്കിൽ ലൂസായിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ നല്ല രീതിയിൽ ലൂസാക്കി എടുക്കാം. ഇച്ചിരി വെള്ളം തീരെ ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അപ്പോൾ അവർക്കിപ്പോൾ പേപ്പർ ദോശ പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെയൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ റാഗിയുടെ ദോശ ഇപ്പോൾ നല്ലതായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അധികം എണ്ണയോ അങ്ങനെ ഒന്നും തന്നെ ഇതിന് വേണ്ട. ജസ്റ്റ് ഇച്ചിരി എണ്ണ ഒഴിക്കുക, അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് ഇപ്പം ഹെൽത്തി ഫുഡ് എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹമുള്ള ഓയിൽ കുറച്ച് ഇപ്പോൾ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് റാഗി ദോശ എന്ന് പറയുന്നത്. അപ്പം ഏത് ഏജുള്ള ആൾക്കാർക്കും നമുക്ക് കഴിക്കാൻ പറ്റും. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ഹെൽത്തി വെയിറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. അതും ഭയങ്കര സിമ്പിളാണ്. തേങ്ങ, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് അല്പം ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ താളിപ്പ് ചേർക്കുക. എന്ന് വെച്ചാൽ കടുകും ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ച് അതിലേക്ക് ചേർക്കുക. ഒരിക്കലും ചട്നി ഇതാകരുത്, പോകരുത് ചട്നി. ഒന്ന് ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റാഗി ദോശ. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.